അരി അരയ്ക്കാതെ പൂ പോലൊരു ഇഡലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിയോ ചോറോ അവലോ ഒന്നും ചേർക്കാതെ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ചെറുപയറും ഉഴുന്നും കൊണ്ട് സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു പ്രോട്ടീൻ റിച്ച് ഇഡലി. അരിയാഹാരം കഴിക്കാൻ പാടില്ലാത്തവർക്ക് വളരെ നല്ല ഓപ്ഷൻ. ഇത് സോഫ്റ്റാണ്, ഹെൽത്തിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 കപ്പ് ചെറുപയർ പരിപ്പ്, 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്. ഇവ രണ്ടും കൂടെ നന്നായി 3-4 പ്രാവശ്യം കഴുകി കുതിരാൻ വെക്കണം. 3 മണിക്കൂർ കുതിരാൻ വെക്കണം. കൂടുതൽ സമയം കുതിർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ആവശ്യത്തിന് ഉപ്പിടുക. അരയ്ക്കാൻ വേണ്ടുന്ന വെള്ളം ഒഴിച്ച് നന്നായി അരയ്ക്കുക. അധികം വെള്ളമാകരുത്. വലിയൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റുക. വീണ്ടും ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി 8 മണിക്കൂർ അടച്ചു വെക്കണം. തണുപ്പുള്ള സ്ഥലങ്ങളിലും അതുപോലെ മഴ സമയങ്ങളിലും ചിലപ്പോൾ 10-12 മണിക്കൂർ വേണ്ടി വരും. ഇനി 8 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുക. മാവെല്ലാം പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫിയും സോഫ്റ്റുമായ മാവ്. ഇങ്ങനെ വേണമെങ്കിലും ഇഡലി ഉണ്ടാക്കാം. വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ അരിഞ്ഞിട്ടും ഇഡലി ഉണ്ടാക്കാം. ഞാനിതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കുക. ഇഡലിത്തട്ടിൽ ഓയിൽ പുരട്ടുക. അതുപോലെ അലങ്കരിക്കാൻ വേണ്ടി ഞാൻ കറിവേപ്പില ഇങ്ങനെ തട്ടിൽ വെക്കുന്നുണ്ട്. ഇനി മാവ് കോരി ഒഴിച്ച് അടച്ചു വെച്ച് 10 മിനിറ്റ് സ്റ്റീം ചെയ്യുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല പൂ പോലെ സോഫ്റ്റും ഹെൽത്തിയുമായ ഇഡലി തയ്യാറായി. ഇത് പെട്ടെന്ന് ഇളകി വരും. സ്പോഞ്ചിയാണ്, ഹെൽത്തിയാണ്. ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.